പരിശുദ്ധി അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അമ്മയിലൂടെ, പരിശുദ്ധി അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം വഴി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെട്ട നിരവധിയായ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മൾ ഓർക്കാറുള്ളത്. സ്വാഭാവികമായും അങ്ങനെയാണ്. കാരണം എണ്ണിയെടുക്കാൻ കഴിയാത്ത വിധം അത്രയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും ഒക്കെ അമ്മയുടെ മാധ്യസ്ഥ്യത്താൽ ദൈവം ചൊരിഞ്ഞിട്ടുണ്ട് എന്നതാണ് സത്യം. ഓരോ തിരുനാൾ ആഘോഷിക്കുമ്പോഴും നമ്മളുടെ ശ്രദ്ധ കൂടുതലായി പോകുന്നത് അമ്മയുടെ ഈ മാധ്യസ്ഥ്യ ശക്തിയിലേക്കാണ്. കാരണം സാധിച്ചെടുക്കാൻ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് നിയോഗങ്ങളുടെ ഭാരങ്ങളുമായിട്ടാണ് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. സ്വാഭാവികമാണ്, മനുഷ്യ ജീവിതത്തിൽ ഏറെ കഷ്ടപ്പാടുകളും അധ്വാനങ്ങളും ഉള്ളപ്പോൾ നമുക്ക് അർത്ഥനകളും ഏറും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇന്ന് എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് പരിശുദ്ധ അമ്മ എന്ന മധ്യസ്ഥയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ചുരുങ്ങിപ്പോകാതെ അതിനപ്പുറത്ത് പരിശുദ്ധ അമ്മ എന്ന മാതൃകയെക്കുറിച്ച് ചിന്തിക്കാനാണ്. പരിശുദ്ധ അമ്മ നമുക്കൊരു മോഡലാണ്, എ മോഡൽ ഫോർ ക്രിസ്ത്യാനിറ്റി. ക്രിസ്തീയത എങ്ങനെ ജീവിക്കണമെന്ന് നമ്മുടെ മുമ്പിൽ ജീവിച്ചു കാണിച്ചു തന്ന മാതൃകയുടെ പേരാണ് പരിശുദ്ധ അമ്മ. അപ്പോ പരിശുദ്ധ അമ്മ മധ്യസ്ഥയും മാതൃകയും. മധ്യസ്ഥ എന്ന കാര്യം നമുക്കൊക്കെ നല്ല തിരിച്ചറിവുള്ളതാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒരുപാട് സംഘർഷങ്ങളിലൂടെ നടുവിലൂടെ നമ്മൾ ജീവിച്ചു പോകുന്ന ഈ കാലത്ത് പരിശുദ്ധ അമ്മ എന്ന മാതൃകയെ തിരിച്ചു പിടിക്കേണ്ട, അതിനെ താല്പര്യത്തോടെ ധ്യാനിക്കേണ്ട നേരമാണിത്. പരിശുദ്ധ അമ്മ എന്ന മാതൃക. ഞാൻ സാധാരണ പറയാറുണ്ട്, പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ ആഘോഷിക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, പരിശുദ്ധ അമ്മ ക്രിസ്ത്യാനിക്കൊരു പാഠപുസ്തകമാണ്, ഒരു ടെക്സ്റ്റ് ബുക്കാണ്. എങ്ങനെ ക്രിസ്തീയത ജീവിക്കണമെന്ന് അറിഞ്ഞുകൂടാതെ ആശങ്കപ്പെട്ടിരിക്കുന്ന നേരങ്ങളിൽ എടുത്ത് വായിക്കേണ്ട പാഠപുസ്തകത്തിന്റെ പേരാണ് പരിശുദ്ധ അമ്മ. ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ നമ്മൾ ശ്രമിക്കുന്നത് അത്രയേറെ ലളിതമായ ഒരു കാര്യമാണ്. പരിശുദ്ധ അമ്മ എന്ന പാഠപുസ്തകത്തെ ഈ പറഞ്ഞതുപോലെ ആദരവോടെ ഒന്നെടുത്ത് മുമ്പിലേക്ക് വെച്ച് ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ പുത്തൻ പാഠപുസ്തകത്തെ അതിന്റെ മണം ആസ്വദിച്ച് അതിന്റെ താളുകളെ ഒന്നൊന്നായി മറിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ കൗതുകത്തോടെ പരിശുദ്ധ അമ്മ എന്ന പാഠപുസ്തകത്തിലെ ഓരോ പാഠങ്ങളെയും ഒന്ന് താളുകൾ മറിച്ച് ധ്യാനിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഇന്ന് ഈ സന്ദേശത്തിൽ ശ്രമിക്കുന്നത്. നമുക്ക് താളുകൾ മറിക്കാം. എന്നോടൊപ്പം ഓരോ